നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് ഇമോഷൻസിനെയും അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സിനെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തിയായിട്ട് മാറുന്നത്, ആ പ്രവൃത്തി എങ്ങനെയാണ് ജീവിത വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്, ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഈ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരിക. ഇത് അടുത്ത വീഡിയോയിൽ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ പറയണത്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഇന്നർ വേൾഡ് ക്രിയേറ്റ്സ് മൈ ഔട്ടർ വേൾഡ്, അല്ലേ? ഇത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതേ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ മോശമായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ ഒരുപാടുള്ളതെങ്കിൽ അത് ഇമോഷൻസായിട്ട് മാറുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് പ്രവൃത്തിയായിട്ട് മാറുകയും ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതായത് നല്ല പ്രവൃത്തിയാണ് ചെയ്യണമെങ്കിൽ ഗുഡ് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ 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 സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സത്യമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ചിന്തകളിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരുത്താൻ സാധിക്കും? ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ദ അവെയർനെസ്, അല്ലേ? ശ്രദ്ധ കൊണ്ടുവരും. അപ്പോൾ ഈ ചിന്ത നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാതെ നമുക്ക് ചിന്തയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതായത് എനിക്കൊരു ചിന്ത വന്നിട്ടുണ്ട്, അത് ഇങ്ങനൊരു ചിന്തയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. ഇതാണ് ഇത് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ നമുക്ക് ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ട് എന്ന് പോലും മനസ്സിലാവാതിരുന്നാൽ അതിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ് ആ അവെയർനെസ്, അല്ലേ? ഇങ്ങനൊരു ചിന്ത എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കൽ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അണ്ടർസ്റ്റാൻഡ് ദ തോട്ട്. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? മനസ്സിലാക്കുക ഏത് രീതിയിലുള്ള ചിന്തയാണ് എൻ്റെ ഉള്ളിൽ ഈ നിമിഷം ഇപ്പോൾ ഇവിടെ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും എന്തൊക്കെ ചിന്ത വരുന്നു, എന്തൊക്കെ ചിന്ത പോകണു ഒന്നും ഒരു പിടി ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ രണ്ട് ഘടകങ്ങൾ നമ്മൾ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചിന്തയുണ്ട് എന്ന് മനസ്സിലാക്കണം, ഏത് രീതിയിലുള്ള ചിന്തയാണെന്ന് മനസ്സിലാക്കണം. ഈ മനസ്സിലായി കഴിഞ്ഞാൽ ആ ചിന്ത എനിക്ക് വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് നടക്കേണ്ടത്. ആ ചിന്ത എനിക്ക് ഗുണം ചെയ്യും, സമൂഹത്തിന് ഗുണം ചെയ്യും എന്നുണ്ടെങ്കിൽ യെസ്, കണ്ടിന്യൂ. ഇനി അതല്ലെങ്കിലോ ആ ചിന്ത കൊണ്ട് എനിക്കും ഒരു ഗുണമില്ല, സമൂഹത്തിനും ഒരു ഗുണമില്ല, നാടിനും വീടിനും ഒരു ഗുണമില്ലെങ്കിലോ ഡിസസോസിയേഷൻ. അതാണ് മൂന്നാമത്തെ ഘട്ടം. ആ ഡിസസോസിയേഷൻ, അവിടെ ആ ചിന്തയിൽ നിന്ന് നമുക്ക് വിട്ടുപോരാൻ സാധിക്കുക. അപ്പോൾ ഈ ഡിസസോസിയേഷൻ ഇത് നമുക്ക് വിട്ട് കളയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ വളരെ സിമ്പിളായിട്ട് വി ക്യാൻ ടേക്ക് എ കമ്മിറ്റ്മെൻറ്റ്, അല്ലേ? ഒരു പ്രതിബദ്ധതയോട് കൂടിയിട്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാം. എന്താണ്? എൻ്റെ ഉള്ളിൽ എന്ത് ചിന്തയാണോ വരേണ്ടത്, നല്ല ചിന്തകളാണ് വരേണ്ടത്, എൻ്റെ ജീവിത വിജയത്തിന് വേണ്ട ഉപകരിക്കുന്ന ചിന്തകളാണ് ഞാൻ കൊണ്ടുവരുള്ളൂ, മറ്റുള്ള ചിന്തകളെ ഞാൻ വേണ്ട വയ്ക്കും എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു പ്രതിബദ്ധത ഉണ്ടാവുക. അപ്പോൾ ഈ ചിന്തകൾ എവിടെ നിന്നൊക്കെ വരും? പല 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 ഭാഗത്തു നിന്ന് നമുക്ക് ചിന്തകൾ വരും. ഇത് ഭയങ്കര രസമാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ പല രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഒരു പ്രോഗ്രാം ചെയ്തു വെച്ച പോലെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോഗ്രാമിംഗ് ചെയ്യപ്പെടുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഏതൊക്കെ ഘടകങ്ങളാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ പ്രോഗ്രാമിംഗ് ചെയ്യപ്പെടാൻ, അതിനെക്കുറിച്ച് നമുക്ക് അവബോധമുണ്ടാവണം എന്നുള്ളതാണ് പ്രധാന പോയിന്റ്. അപ്പോൾ അതിൽ ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെർബൽ ഇൻഫ്ലുവൻസിങ് എന്ന് പറയും. നമ്മൾ മറ്റുള്ള ഒരാൾ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാം ചെയ്യപ്പെടും, ഒരു പ്രോഗ്രാമിംഗ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വീട്ടിൽ എന്തൊക്കെയാണോ സംസാരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ പ്രവർത്തിച്ചു തുടങ്ങും, ചിന്തിച്ചു തുടങ്ങും. മനസ്സിലാവണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വേറൊരു ഘടകം എന്ന് പറഞ്ഞാൽ മോഡലിംഗ്, അതായത് മറ്റുള്ള ഒരാളെ കണ്ടുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അത് അങ്ങനെ മോഡൽ ചെയ്യുക.
അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു ഇൻസിഡൻറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക, അതിലൂടെ നമ്മൾക്ക് കുറേ ലേണിങ്സ് ഉണ്ടാവും. അതായത് ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, എങ്ങനെ ആവും, അതിലൂടെ ഒരു പ്രോഗ്രാമിംഗ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നെന്താണ്, ഈ പ്രോഗ്രാമിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലിങ്ങനെ ചുറ്റി വീണ്ടും അതേപോലെ ഇങ്ങനെ അതിൽ അകപ്പെട്ടു പോകും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പ്രവൃത്തി, അതായത് അതിൽ നിന്ന് മാറ്റം വരാതെ, ഒരു ചിന്തകളിൽ മാറ്റം വരാതെ, അല്ലെങ്കിൽ നമ്മളുടെ യഥാർത്ഥത്തിൽ ജീവിത വിജയത്തിന് ഉപകാരമാകും വിധം അല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ബ്രേക്ക് ദ പാറ്റേൺ. നമ്മൾ ജീവിതത്തിൽ ഒരേപോലെ ദിവസവും ഒരേ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക, എന്തെങ്കിലും പുതുതായിട്ട് ചെയ്തു തുടങ്ങുക. അപ്പോൾ ഇതിനൊക്കെ ആദ്യം പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താ വേണ്ടത് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് ഇങ്ങനൊരു ചിന്ത, എന്തോ ഒരു പ്രത്യേകത ചിന്ത ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. പല ആളുകളും പറയും, സാറേ അത് വലിയ ബുദ്ധിമുട്ടാണ് ചിന്തയൊക്കെ മനസ്സിലാക്കാൻ. കുഴപ്പമില്ല, ചിന്തകൾ വരുമ്പോൾ അതിനെ കണ്ടുപിടിക്കാനും അതിൽ മാറ്റം വരുത്താനും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത വീഡിയോകളിൽ ഞാൻ പറയാം. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.